എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷംലമോളാണ്. ഇന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ യൂണിറ്റായ പ്രൊഡക്ഷൻ പ്രോസസ് ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന പാഠത്തിലെ 3ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമുക്ക് ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. അതായത് മൂലധനം, സംഘാടനം. അതുകൂടാതെ ഇതിൽ തന്ന വർക്ക്ഷീറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോകൾക്കും മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോകൾക്കുമായി ഈ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ മതി. നാം പഠിച്ചിരുന്നു 4 ഭാഗങ്ങളുണ്ടെന്നും അത് ഏതൊക്കെയാണെന്നൊക്കെ അല്ലേ. അപ്പോൾ അതിൽ 3ാമത്തെ ഭാഗമായ മൂലധനം, ക്യാപിറ്റലാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്ന് അറിയപ്പെടുന്നു. ഉൽപാദന പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ, അതായത് ക്യാപിറ്റലിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ക്യാപിറ്റൽ എന്ന് നോക്കാം. Capital is essential for the production of a product and for providing the basic facilities for the same. It is necessary for establishing a factory, buying equipments, paying wages to laborers, buying raw materials for production, and the like. Tangible and visible man-made things used for production are called capital. Computers, vehicles, and machines which can be used in production are also considered as capital. ക്യാപിറ്റൽ എന്നതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്ന് അറിയപ്പെടുന്നു. Tangible and visible man-made things used for production are called capital. ഇനി നമുക്ക് വിജ്ഞാന മൂലധനം, നോളേജ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്, അല്ലേ? വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്നത്. ടുഡേ വി ലിവ് ഇൻ എ നോളേജ് സൊസൈറ്റി. Information technology and knowledge play a very important role in production. The effort to acquire knowledge capital is now prevalent in the world. ഇനി നമുക്ക് മൂലധനത്തിനുണ്ട് കുറച്ച് സവിശേഷതകൾ. അവയൊക്കെ നോക്കിയാലോ. മൂലധനം മറ്റ് എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമായാണ്. എല്ലാ ഉൽപ്പന്ന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിലുള്ള പ്രതിഫലം പലിശയാണ്. Features of capital. Capital helps the other factors of production. Capital enhances the production skills of the laborers. Capital has mobility like other factors of production. Capital also gets reward. Interest is a reward for capital. ഇനി നമുക്ക് എന്താണ് സംഘാടനം, ഓർഗനൈസേഷൻ എന്ന് നോക്കാം. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ, അതല്ലെങ്കിൽ സംരംഭകൻ എന്നറിയപ്പെടുന്നു. Organization implies the coordination of various factors of production like land, labor, and capital. The person who coordinates is called an organizer or entrepreneur. ഇവിടെ നോക്കൂ, ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. അതായത് ഭൂമി, തൊഴിൽ, മൂലധനം എന്നീ 3 മേഖലകളാണ് അവിടെയുള്ളത്. അവയിലെല്ലാം സംഘാടകനം, പിന്നെ അവിടെ നിന്ന് ഉൽപാദനം, അവിടെ നിന്നും ഉൽപ്പന്നം. അതായത് ഭൂമി, പിന്നെ വേണ്ടത് തൊഴിൽ, മൂലധനം. ഇവയിൽ 3ലും സംഘാടകൻ വേണം,
അതുപോലെ ഉൽപാദനം ഉണ്ടാകുന്നു, ഉൽപ്പന്നം ഉണ്ടാകുന്നു. ലാൻഡ് ലേബർ ക്യാപിറ്റൽ മീൻസ് ഓർഗനൈസേഷൻ ടു പ്രൊഡക്ഷൻ ടു പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ സംഘാടകന്റെ പങ്ക് എന്താണെന്ന് വ്യക്തമാക്കുന്ന ചാർട്ട് കണ്ടുവല്ലോ. യു ആർ സീൻ ദി ചാർട്ട് ഡിപീറ്റിംഗ് ദ റോൾ ഓഫ് ആൻ ഓർഗാനിസർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ചിത്രം വിശകലനം ചെയ്താൽ ഉൽപാദന പ്രക്രിയയിൽ നിർണായക സ്ഥാനമാണ് സംഘാടനം ഉള്ളതെന്ന് കണ്ടെത്താമല്ലോ. ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ സംഘാടകത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. ഡു യു നോ റിയലൈസ് ദാറ്റ് ദ ഓർഗാനിസം പ്ലേസ് എ വെരി വിറ്റൽ റോൾ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടും. വ്യക്തികളുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപാദനം എന്ന പ്രക്രിയ നിരന്തരമാകുന്നു. ഉൽപാദനം എന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനവും നിരന്തരമായി തുടരുന്ന ഒരു പ്രക്രിയയുമാണ്. ഈ പ്രക്രിയ എങ്ങനെ നിരന്തരമാകുന്നു എന്ന് നോക്കാം. The coordinative functioning of the factors of production leads to production, which is an economic activity and results in products to satisfy human wants. Products are essential. This makes production a continuous process. Let us see how it becomes a continuous process. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം, സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അവിടെ നോക്കുക, ഉൽപാദന യൂണിറ്റിൽ നിന്നും സാധനങ്ങളും സേവനങ്ങളും അതുപോലെ ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലവും. അത് പിന്നീട് വരുന്നത് ഗാർഹിക യൂണിറ്റിലേക്കാണ്. ഗാർഹിക യൂണിറ്റിൽ നിന്നും ഉൽപാദന യൂണിറ്റിലേക്ക് സാധനങ്ങളും സേവനങ്ങൾക്കുള്ള വില, ഉൽപാദന ഘടകങ്ങൾ. നമുക്ക് നോക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഗതി സൂചിപ്പിച്ചിരിക്കുന്ന താഴെ കൊടുത്ത ചിത്രം, അതായത് നമ്മളിപ്പോ കണ്ട ആ ഒരു സർക്കുലർ നോക്കൂ. ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഗാർഹിക യൂണിറ്റുമാണ്. അതായത് അവിടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഉൽപാദന യൂണിറ്റ് ഉണ്ട്, അതുപോലെ നാം വീട്ടിലതൊക്കെ ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ ഉപയോഗിക്കുന്ന ഗാർഹിക യൂണിറ്റുമുണ്ട്. മനുഷ്യന് ആവശ്യ പൂർത്തീകരണത്തിനാണല്ലോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലേ? മനുഷ്യന് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിരവധിയാണ്. ഒരു ആവശ്യം നിറവേറ്റുമ്പോൾ പുതിയ ആവശ്യമുണ്ടാകും. ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായി വരും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രക്രിയ തുടർച്ചയായി സംഭവിക്കുന്നതാണ്. ചിത്രം, അതായത് നേരത്തെ കണ്ട ചിത്രം വിശകലനം ചെയ്താൽ എന്തൊക്കെ കണ്ടെത്താൻ പറ്റും? ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റാണ്. ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, അതുപോലെ കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് വില, അതല്ലെങ്കിൽ പ്രൈസ്, പണമായി നൽകുന്നു. നാം ഇപ്പോൾ കടയിൽ പോയി സാധനം വാങ്ങുന്നു, അവിടെ കടയിലെത്തുന്ന ആ ഒരു പ്രക്രിയക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. പ്രൊഡക്ഷൻ യൂണിറ്റ് ടു household unit. Goods and services rewarded for factors of production. Household unit to production unit. Price for goods and services, factors of production. See the figure number 4.7 given below, depicting the circular flow of economic activities. Here the production unit produces goods and services and the household unit consumes them. We have seen that the products are consumed to satisfy human wants. Okay. Human wants are many. When we satisfy one want, another emerges. With changes in wants, goods and services also change correspondingly and they need to be produced. Hence, this process is continuous. What can be found out from the figure above, figure number 4.7.
The household unit supplies the land, labor, capital, and organization to the production unit. The household unit is given rent, wages, interest, profit, etc. as reward by the production unit. The production unit supplies goods and services to the household unit. In exchange for the goods and services received, the household unit pays price to the production unit. Since production and consumption are continuous, the economic activities follow a circular pattern. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോവാം. സംഘാടകരുടെ ചുമതല മറ്റു ഉൽപാദന ഘടകങ്ങൾ കൂട്ടിയോജിപ്പിക്കലാണ് എന്ന് സമർത്ഥിക്കുക. The responsibility of an organizer is to coordinate the factors of production substantiate. അതിന് എഴുതാവുന്ന ഉത്തരമാണിത്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഇത്തരത്തിൽ സംഘാടനം നടത്തുന്നവരാണ് സംഘാടകർ. ഈ ഘടകങ്ങളെല്ലാം ശരിയായ രീതിയിൽ ഒത്തുചേരുമ്പോൾ മാത്രമേ ശരിയായ ഉൽപാദനം നടക്കുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒരു ഘടകം ഇല്ലെങ്കിൽ ഉൽപാദനം നടക്കില്ല. അതെല്ലാം ചേർത്ത് കൊണ്ടുപോകേണ്ടത് ഒരു സംഘാടകന്റെ കഴിവാണ്. അതുകൊണ്ട് തന്നെ ഉൽപാദനത്തിൽ സംഘാടകന്റെ പങ്ക് വളരെ വലുതാണ്. Organization implies the coordination of various factors of production like and labor and capital. The person who coordinates is called an organizer or entrepreneur. The correct coordination of these factors led to production. If one of these factors fails to include in the process of production, it will not take place. Therefore, an organizer has major role in production. അടുത്ത പ്രവർത്തനം ഇതായിരുന്നു. താഴെ പറയുന്ന ഉൽപാദന ഘടകങ്ങളെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക. തൊഴിൽ, മൂലധനം. Prepare a brief notes on the following factors of production. Labor, capital. തൊഴിൽ, സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടമാകും. തൊഴിലാളികളുടെ അധ്വാനശേഷി പിറ്റേ ദിവസത്തേക്കായി കരുതി വെക്കാനാവില്ല. തൊഴിലാളികളുടെ അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താൻ കഴിയും. ലേബർ, the physical, mental and intellectual skills of the workers are used to produce goods and services is rewarded. It's called labor, which is the reward for labor. The laborers use manpower in the production process. The manpower wasted today will be lost. It cannot be saved for tomorrow. The manpower of the laborers can be enhanced through education or training. മൂലധനം. മൂലധനം എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. ഉൽപാദന പ്രവർത്തനത്തിൽ തുടർച്ചയായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. ഉദാഹരണം, വൈദ്യുതി, വാഹനം, റെയിൽവേ, ദൈനംദിന ചെലവുകൾക്കുള്ള പണം, അസംസ്കൃത വസ്തുക്കൾ, ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് എന്നിവ മൂലധനത്തിൽ ഉൾപ്പെടും. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. മൂലധനത്തിന്റെ പ്രതിഫലം പലിശയാണ്. Capital. Tangible and visible man-made things used for production are called capital. Computers, vehicles and machines which can be used in production are also considered as capital. Capital help the other factors of production. Capital enhance the production skills of the laborers. Capital has mobility. Interest is the reward for capital. അടുത്ത ആക്ടിവിറ്റി ഇതായിരുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക ഗതി ചിത്രസഹായത്താൽ വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഈ ഒരു ഡയഗ്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതേണ്ടത് കേട്ടോ. ഉൽപാദന പ്രക്രിയ നടക്കുന്ന യൂണിറ്റ് ഗാർഹിക യൂണിറ്റ് ആണ്.
ഉൽപാദന പ്രക്രിയയുടെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗം ചെയ്യുന്ന യൂണിറ്റ് ഉൽപാദന യൂണിറ്റാണ്. ഉൽപാദന ഘടകങ്ങളുടെ ഗതി ഗാർഹിക യൂണിറ്റിൽ നിന്നും ഉൽപാദന യൂണിറ്റിലേക്കാണ്. ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റ് നൽകുന്നു. ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് വില പണമായി നൽകുന്നു. Production and consumption are continuous. The economic activities follow a circular pattern. The household unit supplies the land, labor, capital and organization to the production unit. The household unit is given rent, wages, interest, profit, etc. as reward by the production unit. The production unit supplies goods and services to the household unit. In exchange for the goods and services received, the household unit pays price to the production unit. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ഭാഗവും അതിലെ വർക്ക്ഷീറ്റും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. 3 ഓപ്ഷൻസ് വരും, അതിലോട് പ്രസ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.